വന്നപ്പോൾ തന്നെ സുഹൃത്തും നമ്മുടെ നാട്ടുകാരനും വിദ്യാലോകത്തിൻ്റെ ഓണറുമായിട്ടുള്ള മണിയേട്ടോട് ഒരല്പം കുശലം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പൊരിച്ചു. പഴമയുടെ ഒരു യമണ്ടൻ വൈബ്, അല്ലാത്തൊരു അനുഭൂതി, ഒരു സിനിമയ്ക്ക് സെറ്റിട്ട് പോലെ. ആദ്യം കണ്ട ടീസ്റ്റാളിൻ്റെ കുമ്മായ ചുമരുകൾ നിറയെ പഴയ സിനിമാ പോസ്റ്ററുകൾ. പെരുമ്പിലാവ് സ്റ്റോപ്പിൽ നിന്ന് മോനോടൊപ്പം ഓരോ ഫോട്ടോ എടുത്തു. റോട്ടിൽ നോക്കിയപ്പോൾ ഇതാ കിടക്കണ അക്കിക്കാവും കുന്നോളും ഗുരുവായൂരൊക്കെ. സൈഡിലേക്ക് നോക്കിയപ്പോഴുള്ള പൂരം പെരുമ്പിലാവിൽ ഇങ്ങനെ വാർത്തിട്ടിരിക്കുക. ടീസ്റ്റാൾ, പ്രോഗ്രസീവ് ക്ലബ്ബ്, ഭാവന ടൈലേഴ്സ്, മലഞ്ചരക്ക് വ്യാപാരം, ദർശന സ്റ്റുഡിയോ, പോസ്റ്റ് ബോക്സ്, തെക്കേക്കര ടെക്സ്റ്റൈൽസ്, പലചരക്ക് വ്യാപാരം, EVK ഔഷധശാല, എല്ലാവരും തനിമ ചോരാതെ നിലനിർത്തിയിട്ടുണ്ട്. ഒരു 40-45 വർഷം പഴക്കമുള്ള പെരുമ്പിലാവിനെ അച്ചിലിട്ടതുപോലെ വാർത്തെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരനും മഞ്ഞുമൽ ബോയ്സിൻ്റെ ആർട്ട് ഡയറക്ടറും നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള അജയേട്ടൻ. കൂടാതെ ആർട്ടിഫിഷ്യൽ മിസ്റ്റിൻ്റെ ഒരു ഐയറുകളിയാണ് ഇവിടെ. ആ ഇളം തണുപ്പിൽ നിന്നിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബിനല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തിയേറ്ററിൻ്റെ വൈബാണ് കേട്ടോ. ആ ഫയർന്ന് എഴുതിയിട്ടുള്ള ആ ഇരുമ്പ് ബക്കറ്റിൽ കുറച്ച് മണൽ നിറച്ച് കിടക്കുന്നത്, ആ ടിക്കറ്റിനുള്ള ഒരു ഉന്തും തള്ളൊക്കെ, അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു. കിസ പറഞ്ഞിരുന്നാൽ വയറ് നിറയില്ല, വയറിനോട് അകമഴി സഹകരിച്ചില്ലെങ്കിൽ അവൻ പിണങ്ങും എന്ന കാരണത്താൽ ഊട്ടുപുരയിലേക്ക്. ഞാനിവിടെ പറഞ്ഞല്ലോ ഒരു മിസ്റ്റിൻ്റെ അയ്യരുകളിയാണ്, അത് എന്നെ വല്ലാതെ ആകർഷിച്ചു കേട്ടോ. അങ്ങനെ പോരാട്ടം ഇനി ഭക്ഷണപാത്രത്തിലേക്ക്. ഇരുമ്പിലാവ് മാത്രമല്ല, ഒരു 40-45 വർഷം പഴക്കമുള്ള ഏതൊരു ചെറിയ അങ്ങാടിയും ഇങ്ങനെയൊക്കെ തന്നെ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും തൻ്റെ നാടിൻ്റെ പഴയ തനിമ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഒരിക്കൽ കൂടി പെരുമ്പിലാവിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം.